ഹായ് ഫ്രണ്ട്സ്, സതീഷാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഴീക്കലിൽ സിക്സർ ബാബുച്ചേട്ടൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അഴീക്കലിൽ ചെറിയൊരു ഫിഷിങ്ങിനായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ സിക്സർ ബാബുച്ചേട്ടൻ്റെ ഷോപ്പിലൂടെ ഒന്ന് കയറി. അപ്പം ചേട്ടൻ നമുക്ക് ചെമ്പല്ലിയെ പിടിക്കാനുള്ള കുറച്ച് ലൂറുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ലൂറൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്. സിക്സർ ഫിഷിംഗ് അഴീക്കൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് KL31 യൂട്യൂബിന് വേണ്ടി പരിചയപ്പെടുന്ന കുറേ സ്പെഷ്യലൈസ്, അത് കളറുകളല്ല, ഞാൻ ലൂറിൻ്റെ ഡീപ്പ് ലൂറുകളും അതിൻ്റെ മിഡ് വാട്ടർ ലൂറ്, ടോപ്പ് ലൂറ്, അങ്ങനെയുള്ള വെറൈറ്റി ലൂറുകളാണ്. അതിൻ്റെ കളർ സ്പെസിഫിക്കേഷൻ അങ്ങനെയുള്ളതെന്ന് പറയുന്നില്ല. ലൂറിൻ്റെ ഡീപ്പുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറേ ലൂറുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ടോപ്പ് കളറുകളൊന്നുമല്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ട നല്ല കുറേ കളറുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് എന്തിനൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പറയാം. ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് വാട്ടർ പെൻസിൽ ലൂറെന്ന് പറയും. ഇത് സ്റ്റോമിൻ്റെ ഒരു പെൻസിൽ ലൂറാണ്. ഇതിന് കുറേ കളർ വെർഷനുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സിൽവർ കളറാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെന്ന് പറയുമ്പോൾ വാമീന്, അതുപോലെ നെടുവ, അങ്ങനെയുള്ള ഈ ടോപ്പ് GT എല്ലാം അടിക്കുന്നതിന് നല്ലതാണ്. പിന്നെ ആറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്പെഷ്യലായിട്ട് പോകുന്നത് വാഹ പിടിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു ഇസഡ് സ്റ്റിക്ക് എന്ന് പറയുന്ന സ്റ്റോമിൻ്റെ ഒരു ഫാസ്റ്റ് മൂവിങ് ടോപ്പ് വാട്ടർ പെൻസിൽ ലൂറാണിത്. ഇതിൻ്റെ പിന്നെ ഒരു ബ്ലാക്ക് ഡോട്ടോടുകൂടി വരുന്നുണ്ട്, വൈറ്റ് കളർ വരുന്നുണ്ട്, റെഡ് ഹെഡ് വരുന്നുണ്ട്, സിൽവർ, അങ്ങനെ പല കളറുകൾ ഇതുണ്ട്. ഇത് നല്ലതാണ്. അതേ കാറ്റഗറിയിൽപ്പെട്ട കുറേ ടോപ്പ് വാട്ടർ ലൂറുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ മീനുകൾക്കുള്ളതാണ്. വാഹ, നെടുവ, അതുപോലെ തന്നെ കടലിലാണെങ്കിൽ നെടുവ, വാമീൻ, അതുപോലെ GT, അതിനൊക്കെ നല്ലതാണ്. അതിൻ്റെ തന്നെ പല വെർഷനുണ്ട്. നല്ല വെയിറ്റ് കൂടിയത്, ഇതെല്ലാം ടോപ്പ് വാട്ടർ ലൂറുകളാണ്. ടോപ്പ് വാട്ടർ പെൻസിൽ ലിപ്പില്ലാത്ത ലൂറുകൾക്കാണ് ടോപ്പ് വാട്ടർ ലൂർ എന്ന് പറയുന്നത്. അത് തന്നെ പോപ്പർ ലൂറുണ്ട്. അതിന് പോപ്പർ ലൂർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുഖം വെട്ടിയിരിക്കുന്നതിൻ്റെ വെള്ളം ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അത് വിശദമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഈ പോപ്പർ ലൂറുകളെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓളം തള്ളി ഈ വെള്ളം ചീറ്റി വരുന്ന ഒരു ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. ടോപ്പ് വാട്ടറിൽ തന്നെ ആയിരിക്കും ഇത് ഓടുന്നത്. ഇത്തരം ലൂറുകളുണ്ട്. ഇതെല്ലാം നല്ലോണം ചേസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന മീനുകളാണ് കൂടുതലും അടിക്കുന്നത്, ഇത്തരം ലൂറുകൾ. അതിൻ്റെ കുറേ വെർഷനുണ്ട്. അതിൻ്റെ ഡിയോഡയുണ്ട്, അതിൻ്റെ ബ്ലാക്ക് ഡിയോഡ. ഇത് കുറേ എക്സ്പെൻസീവാണ്. ഇതൊക്കെ ഏകദേശം 1400 രൂപയോളം വില വരുന്ന ഒരു ലൂറാണ് ഡിയോഡ ടോപ്പ് വാട്ടർ പോപ്പർ ലൂർ. അത് 1, 2 കുറേ ഉണ്ട്. അതിലെല്ലാം ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുന്ന കുറേ മിനോ ലൂറുകളാണ്. മിനോ ലൂറുകൾ എന്ന് പറഞ്ഞാൽ കാളാഞ്ചിയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. കാളാഞ്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് മുകളിലും അല്ല, ഡീപ്പിലും അല്ല, മിഡ് വാട്ടർ ഏകദേശം 1.5, 2.5 ലെങ്ത് ഡീപ്പിൽ ഉള്ള ലൂറുകൾക്കാണ് മിനോ ലൂറുകൾ എന്ന് പറയുന്നത്. അത് കുറച്ച് ബോഡി ലെങ്ത് കൂടിയ ലൂറുകൾ കുറച്ചും കൂടെ അട്രാക്റ്റീവാണ്, ഈ പ്രത്യേകിച്ച് കാളാഞ്ചി അടിക്കുന്നതിന്. അതിന് പറ്റിയ തരം ലൂറുകളാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഷുവർ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഈ മിനോ ലൂർ എന്ന് പറയുന്നത്. അത് കാളാഞ്ചി അടിക്കുന്നതിന് കൊള്ളാം. അതുപോലെ റപ്പാലയുടെ ലൂറുണ്ട്. അതിൻ്റെ തന്നെ റപ്പാല മിനോ ലൂറുണ്ട്. ഇത് എക്സ്ട്രാ ഡ്രാപ്പ് എന്ന് പറയുന്ന ഒരു മിഡ് വാട്ടർ ലൂറാണ്. ഒരുപാട് ഡീപ്പിൽ പോകാത്ത ഒരു എക്സ്ട്രാപ്പാണ്. സാധാരണ എക്സ്ട്രാപ്പ് റപ്പാല ഇറക്കിയത് ഡീപ്പ് ലൂറാണ് ഇറക്കിയിരിക്കുന്നത്. ഏതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എക്സ്ട്രാപ്പ് എന്നും പറഞ്ഞൊരു മോഡൽ ഇറക്കിയത് എക്സ്ട്രാപ്പ് DD എന്നും പറഞ്ഞൊരെണ്ണം ഇറക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ ചെമ്പല്ലി, ഹമൂർ അങ്ങനെയുള്ള വലിയ ഡീപ്പിൽ ടെറിട്ടോറിയലായിട്ടുള്ള മീനുകളെ പിടിക്കാനാണ് ഡീപ്പ് ലൂർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് മിഡ് വാട്ടർ ലൂറാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ കുറേ ഡിസൈനുണ്ട്.
ഇതും നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് കാളാഞ്ചി ചെമ്പല്ലി അടിക്കാനാണ് ഈ സ്പെയർ ഹെഡ് എന്ന് പറയുന്ന ഡിയോയുടെ സ്പെയർ ഹെഡ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് ഒരുപാട് ഇച്ചിരി വിലയുണ്ട്. 1200 രൂപ വിലയുള്ള അതിൻ്റെ റെഡ് ഹെഡുണ്ട്, ഗ്രീനുണ്ട്, കുറേ കളറുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുകളാണ് ഇത് രണ്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള കളറുകളാണ് ഇത് നമുക്ക് ആവശ്യത്തിനുണ്ട്. ഏകദേശം 1200 രൂപ അതിൻ്റെ MRP വരുന്നുണ്ട്. നമുക്ക് നല്ല വിലയ്ക്ക് കുഴപ്പമില്ലാതെ തരാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ലോ കോസ്റ്റ് ലൂറാണ്, മിഡ് വാട്ടർ ലൂർ റെഡ് ഹെഡ്. ഏറ്റവും ലോകത്തിലെ നമ്പർ 1 കളറുകളിലൊന്നാണ് ഈ റെഡ് ഹെഡ് ലൂർ എന്ന് പറയുന്നത്. ഏകദേശം 250 രൂപ വിലയേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ MRP വരുന്നത് നല്ല ആണ്. എവിടെ ചെമ്പല്ലി ഉണ്ടോ ഈ റെഡ് ഹെഡ് കണ്ടാൽ അടിച്ചിരിക്കും. അത്രയ്ക്കും വിശ്വാസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൂറാണ് ഈ റെഡ് ഹെഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റപ്പാലയുടെ സ്പെഷ്യലൈസ് ചെമ്പല്ലി ലൂറാണ്. ചെമ്പല്ലി ഉണ്ടെങ്കിൽ 100% നമുക്ക് അടിക്കാൻ ചാൻസ് ഉള്ള ലൂറുകളാണിത്. റപ്പാലയുടെ ഷാഡോ റാപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡല്ല, മോഡൽ നെയിമിൽ ഇറക്കിയിരിക്കുന്ന, എന്ന് വെച്ചാൽ ഒരുപാട് ഡീപ്പിലും അല്ല ടോപ്പിലും അല്ലാത്ത ഒരു ലൂറാണ് ഷാഡോ റാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പല കോപ്പികളും മാർക്കറ്റിലുണ്ട്. എന്നാലും ഇത് നമുക്ക് നല്ല ആക്ഷനാണ്. നല്ല കണമ്പെന്ന് പറയുന്ന മിൽക്ക് ഫിഷിൻ്റെയൊക്കെ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു 14 ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന്. 14 ഗ്രാം തന്നെ ആവും നോക്കട്ടെ. അത് തന്നെ 13 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത് പറഞ്ഞിരിക്കുന്ന 2.4 മീറ്ററാണ് ഡെപ്ത്. അത് മതി, ഒരുവിധം കുഴപ്പമില്ലാത്ത ഡെപ്തിൽ പോവും. ചെമ്പല്ലി നല്ലോണം അടിക്കും. അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണ് ഇത് ജെർക്ക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു റപ്പാലയുടെ ഡീപ്പ് ലൂർ, എക്സ്ട്രാ ഡീപ്പ് ലൂറാണിത്. വളരെ സ്ലിം ബോഡിയും നല്ല ഡെപ്തിൽ പോവും. ഏകദേശം 7 മീറ്റർ ഡെപ്ത് വരെ പോകും. ഇതിൻ്റെ 7 മീറ്റർ ഡെപ്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മീറ്ററിനുള്ളിൽ കിട്ടിയാലും ചെമ്പല്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കുന്നത്. അതിൻ്റെ റെഡ് ഹെഡാണ് ഏറ്റവും ടോപ്പ് കളറ്. ഇതിൻ്റെ റെഡ് ഹെഡ്, ഇത് പ്രത്യേകിച്ച് റെഡ് ഹെഡ് എന്ന് പറയുന്നത് ഹമൂർ ചെമ്പല്ലി, അതിന് അടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കളറുകളിൽ ഒന്നാണ് ഈ 2 കളർ. നമുക്ക് ചെമ്പല്ലിയും ഹമൂറും അടിക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പ് കളറുകളിലൊന്നാണ്, കളറുകളിലും ലൂറുകളിലും ഒന്നാണ് ഈ റപ്പാലയുടെ ഈ ജെർക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. ഹസ്കി ജെർക്ക് എന്ന് പറയുന്നത്, ജെർക്ക് ബൈറ്റ് അല്ല, ഹസ്കി ജെർക്ക് എന്ന് പറയുന്ന സാധനം. ഇനി നമുക്ക് കുറച്ച് നല്ല ലെങ്തിലും നല്ല സൈസിലും 130 സൈസിലും ഇറക്കിയിരിക്കുന്ന ആൾ ബ്ലൂവിൻ്റെ നല്ല ഡീപ്പ് ലൂറുകളാണ് ഇതെല്ലാം നമുക്ക് ചെമ്പല്ലി ഹമൂർ അടിക്കും. കുറച്ച് ഈ കല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആൾ ബ്ലൂവിൻ്റെ ഡീപ്പ് ലൂറാണ്, എക്സ്ട്രാ ഡീപ്പ് ലൂറാണ് ഇത്. എക്സ്പ്ലോറർ 120, പിന്നെ ക്രാഫ്റ്റി 130 SF എന്ന് പറയുന്ന കുറേ മോഡൽ നെയിമാണ് ആൾ ബ്ലൂവിൻ്റെ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ എക്സ്ട്രാ ഡീപ്പാണ് ഈ ലൂറുകളെല്ലാം. നല്ല ആക്ഷനും കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ ആക്ഷനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല ഒരുവിധം ഏകദേശം 450 MRP വരുന്ന നല്ല ലൂറുകളാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റി കളറുകൾ നമുക്ക് കുറേ കാണിച്ചത് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. നല്ല നമുക്ക് ഹവാസിൻ്റെ ഷ്രിമ്പുണ്ട്, ലുക്കാനയുണ്ട്, പിന്നെ പുതിയ ഒരു മോഡൽ ഇറങ്ങിയിരിക്കുന്ന BTX എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ട്. പിന്നെ ഈ അവൈലബിൾ. പിന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു, എല്ലാം സ്റ്റോക്ക് ഔട്ടായി. ചേസ് ബേറ്റിൻ്റെ അതിൻ്റെ ഇപ്പോൾ എല്ലാം സ്റ്റോക്ക് ഔട്ടായി. ഇതൊക്കെ നമുക്ക് ചെമ്പല്ലി അടിക്കാനാണ് ഇത്. ഞാൻ ഈ പറയുന്ന ലൂറുകൾ എല്ലാം പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഏത് മീനെ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയണമെന്നില്ല. വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ചേസ് ബേറ്റ് അല്ല, ഇത് ഹവാസിൻ്റെ ഒരു നാച്ചുറൽ കളറ് ഷ്രിമ്പാണ്. ഇത് ബെസ്റ്റ് കളറാണ്. ഇത് ഏകദേശം 250 റുപ്പീസിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലുക്കാനയുടെ ഉണ്ട്. പിന്നെ BXT എന്ന് പറയുന്ന ആ പുതിയ ബ്രാൻഡ് ചീപ്പ് പ്രൈസാണ്. അത് ചെയ്തിരിക്കുന്നത് VMC ഹുക്കിലാണ്. നമ്മൾ മീനിൻ്റെ കളറോ ഏതൊക്കെ നല്ലതായാലും ഹുക്ക് നന്നായില്ലെങ്കിൽ മീൻ കൈ കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല ഏത് ബ്രാൻഡ് എടുത്താലും ഹുക്ക് ബെസ്റ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ VMC എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 ഫ്രാൻസ് മെയ്ഡ് ഹുക്കുകളാണ് BTXൻ്റെ. ഇത് പിന്നെ ഈ ഹുക്കിന് ഈ ഷ്രിമ്പിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലോക്ക് ചെയ്തിരിക്കുന്നത് നല്ല, പിന്നെ പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോയി. ഞാൻ ഈ അടുത്ത് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഇത് ഒരു പയ്യൻ കല്ലേ കുരുക്കി ഇത് വലിച്ചപ്പോൾ ഇത് പൊട്ടിപ്പോയി. പക്ഷേ അത് പൊട്ടിപ്പോയി, ഈ ലോക്ക് പൊട്ടിപ്പോയാൽ നമുക്ക് എക്സ്ട്രാ ഇവിടെ കൂടെ നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കേടാകത്തൊന്നുമില്ല. അത് നല്ല സ്ട്രോങ് ഹുക്കിലും നല്ല വെയിറ്റിലുമാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവർ വെയിറ്റും ഇല്ല, ഒരു 14 ഗ്രാം വെയിറ്റ്. എന്നുവെച്ചാൽ ഒരുപാട് ഓവർ വെയിറ്റ് ആണെങ്കിൽ ഡീപ്പിൽ പോയി കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇത് അങ്ങനെ കുരുങ്ങാനുള്ള ചാൻസുകൾ തീരെ കുറവാണ്. പിന്നെ കല്ലിൻ്റെ മുകളിൽ നിന്ന് പുലിമുട്ടുകളിലൊക്കെ നിന്ന് ചൂണ്ടയിടുന്നവർ കല്ലിനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് സേഫായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുറച്ച് നേരം
സ്ലോ റിഡ്രൈവ് ചെയ്തതിന് ശേഷം കല്ലിനോട് ചേർന്ന് വരുമ്പോൾ കൂടുതലിട്ട് താഴ്ത്തി പോകാതെ സ്പീഡിൽ ചുറ്റി ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ അങ്ങനെ ഇതൊന്നും കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുള്ളവർ നമ്മളെ വിളിക്കുക. ആവശ്യക്കാർ നമ്മളെ ഇന്ന മീനെ പിടിക്കണം, ടാർഗറ്റ് ഏത് മീനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം മീനിൻ്റെ ലൂർ കളറുകളും അതുപോലെ തന്നെ അതിൻ്റെ സെലക്ഷനും നമുക്ക് തരാൻ പറ്റുന്നല്ല. ഏത് ഏരിയയിലാണ്, ഇപ്പോൾ പുലിമുട്ടുകളിലാണോ, പുഴയിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒഴിമുഖത്താണോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ ലൂറ് ഞാൻ കൊടുക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ ലൂറിനും നമുക്ക് ഏരിയയിൽ ഏത് മീനാണ് ഉള്ളത് ആ മീനനുസരിച്ചുള്ള ലൂറുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ല ഇപ്പോൾ നമ്മൾ ഹമൂർ അടിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഷാഡുകൾ, ഇതെന്ന് പറയുന്ന യൂസൂരിയുടെ കോപ്പി ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര വേൾഡ് നമ്പർ 1 ഒരു ഹൈഡ്രോ സ്കുഡ് എന്ന് പറയും. യൂസൂരിയിൽ ഇറക്കിയിരിക്കുന്നത് ഇത് ഹൈഡ്രോ സ്കുഡ് എന്ന് പറയുന്ന ഒരു മോഡലിലാണ് ഇറക്കിയിരിക്കുന്നത്. അതിപ്പോൾ പല കമ്പനിക്കാരും ഇതിൻ്റെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഹമൂർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പർ. ഇവിടെ ഞങ്ങൾ പറയുന്നത് പിന്നെ അഴുതക്കോര എന്ന് പറയും, വടക്കോട്ട് പറയുന്നത് കറൂപ്പ് എന്ന് പറയും. അതിനെ ടാർഗറ്റ് ഇതിൻ്റെ ഗ്രീൻ കളർ ഏകദേശം ഇതുപോലുള്ള കളറുകളൊക്കെ കൂടുതൽ അട്രാക്റ്റീവാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ആ കളറുകളെല്ലാം തീർന്ന് ഇതെപ്പോഴും നമ്മുടെ കയ്യിലുള്ളതായിരിക്കും. ഇത്തരം കളറുകൾ ഇത്തരമൊന്നല്ല, ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ നമുക്കിത് ഹമൂറിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഏത് മീനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് തരാൻ പറ്റും. എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് തന്ന് ഇന്ന മീനെ പിടിക്കണം, ഇന്ന ലൂറ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സെലക്ഷൻ തരാൻ പറ്റും. കളറിനെക്കാട്ടിയും ആക്ഷനാണ് മെയിൻ്റെ അട്രാക്റ്റീവ്. കളറ് ഒരു പരിധിവരെയും മീനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും, മീൻ പിടിക്കാൻ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അതിൽ നല്ലത് കറക്റ്റായിട്ട് അതിൻ്റെ ലീഡർ ലൈൻ, സിബിൽ ആക്ഷൻ, റോഡിൻ്റെ ആക്ഷൻ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മീൻ കിട്ടുന്നത്. പിന്നെ ഒരു ഭാഗ്യവും എല്ലാം കൂടെ ഒത്തിണങ്ങി വന്നാൽ മീൻ കിട്ടും. എല്ലാവരും ഈ ചാനൽ കാണുകയും അതുപോലെ എനിക്കും ഒരു ചാനലുണ്ട്. അത് കൂടുതൽ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വരുന്ന പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആ ചാനൽ ഉപയോഗിക്കുന്നത്. എന്നാലും എൻ്റെ ഫിഷിങ് ഗെയിം ഫിഷിങ് മെയിനായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് ചില വെറൈറ്റി ഫിഷിങ്ങുകളൊക്കെ അറിയാം. അപ്പോൾ ആ ഫിഷിങ്ങൊക്കെ നമ്മുടെ ചാനലിലും എന്ന് വെച്ചാൽ സിക്സർ ഫിഷിംഗ് ബ്ലോഗ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ആ ചാനലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ KL31 ഇപ്പോൾ ചാനലിൻ്റെ പേരല്ലേ. KL31 മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ലൂറിനെക്കുറിച്ചും റോഡിനെക്കുറിച്ചും ഫിഷിംഗ് ലൈനിനെക്കുറിച്ചും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അതിനുള്ള എനിക്കറിയാവുന്ന നല്ല ഉത്തരങ്ങൾ, നല്ല മറുപടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ എന്നെ കോൾ ചെയ്ത് സംസാരിക്കാം. കാര്യങ്ങൾ അറിയേണ്ടവർ കോൾ ചെയ്ത് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് 9496262571 എന്ന് പറയുന്ന നമ്പറിലും വിളിക്കാം. അല്ലെങ്കിൽ 9895223571 എന്ന് പറയുന്ന ഗൂഗിൾ പേ നമ്പറിലും വിളിക്കാം. അതിന് മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു.